Once again, welcome back to my YouTube channel. My name is Ibad Rahman. Android ഫോണിന്റെ ബാറ്ററി ലൈഫ് എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്. ഒരുപാട് ഫെസിലിറ്റീസ് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണുകളിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മുടെ ഫോണുകൾ ഇൻസ്റ്റാൾ ചെയ്യും. ഇതൊക്കെ ഇരിക്കെ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിന്റെ ബാറ്ററി ലൈഫ് കൂട്ടാൻ ചില ടിപ്സുകളാണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതെന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. മൂന്ന് രീതികളിൽ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ ബാറ്ററി ലൈഫ് നമുക്ക് കൂട്ടാൻ സാധിക്കും. സിമ്പിൾ മെത്തേഡ്, അഡ്വാൻസ്ഡ് മെത്തേഡ്, ദെൻ ആനിമേഷൻ ഡിസേബിൾ മെത്തേഡ്. സിമ്പിൾ മെത്തേഡിൽ എന്തൊക്കെ ഫാക്ടറാണ് വരുന്നത് നമുക്ക് നോക്കാം. ആദ്യമായി നമ്മുടെ ബാറ്ററി പവർ സേവിംഗ് മോഡിലേക്ക് സ്വിച്ച് ചെയ്യാം. ഇതോടുകൂടി നമുക്ക് സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷൻസ്, നമ്മുടെ വാട്സപ്പ് മെസ്സേജ്, ഇമെയിൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഡിസേബിൾ ആകുന്നതാണ്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത്, വൈഫൈ, GPS എന്നിവ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഡിസേബിൾ ചെയ്യുക. ദെൻ അടുത്തൊരു ഓപ്ഷനാണ് നമ്മുടെ ഫോൺ വൈബ്രേഷൻ മോഡിൽ നിന്ന് ഡിസേബിൾ ചെയ്യുക. വൈബ്രേഷൻ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പരിധി വരെ ചിലപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷൻസിനെയൊക്കെ വൈബ്രേഷൻ മോഡിൽ ഇടാറുണ്ട്. ദെൻ കോൾ തന്നെ നമുക്ക് വൈബ്രേഷൻ മോഡിൽ ഇടാറുണ്ട്. ഇതൊക്കെ ഡിസേബിൾ ചെയ്യുക. ദെൻ അടുത്തൊരു പോയിന്റ്, നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസ് ആണ് നമ്മുടെ മൊബൈൽ ഫോണിൽ ബാക്കെൻഡിൽ കിടന്ന് റൺ ചെയ്യുന്നതെങ്കിൽ അത് ഡിസേബിൾ ചെയ്യുക. അത് ഡിസേബിൾ ചെയ്യാനായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഹോം ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് ഡിസേബിൾ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്ന ഫാക്റ്റിൽ വരുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് അഡ്വാൻസ്ഡ് മെത്തേഡ്. ഈ മെത്തേഡിൽ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ആദ്യമായി നമ്മുടെ മൊബൈൽ ഫോൺ ബ്രൈറ്റ്നസ് കൂടുതലാണ് കിടക്കുന്നതെങ്കിൽ എപ്പോഴും ബ്രൈറ്റ്നസ് ഒന്ന് കുറച്ചിടുക. ദെൻ അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാത്ത സമയങ്ങളിൽ സ്റ്റാൻഡ് ബൈ മോഡിലേക്ക് നമ്മുടെ ഫോണിനെ മാറ്റുക. AMOLED ഡിസ്പ്ലേ ഫോണുകളാണ് നമ്മുടെ കൈകളിൽ ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേയിൽ വരുന്ന ലൈവ് വാൾപേപ്പർ നമ്മൾ ഡിസേബിൾ ചെയ്യുക. എന്നിട്ട് ഒരു ഗ്രേ കളറിലുള്ള ഒരു സ്റ്റാൻഡ് ബൈ ആയിട്ട് വരുന്ന ഒരു വാൾപേപ്പർ ഡിസൈൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററിയൊക്കെ സേവ് ചെയ്യാൻ സാധിക്കും. ദെൻ അതുപോലെ തന്നെ 2G 3G മോഡിലേക്ക് നമ്മുടെ ഫോൺ എപ്പോഴും സ്വിച്ച് ചെയ്യുമ്പോൾ ബാറ്ററി കൺസപ്ഷൻ ഒരുപാട് എടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഫോൺ യാത്രയിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ 2G മോഡിലേക്ക് സ്വിച്ച് ചെയ്യുക. പിന്നെ നമ്മൾ വൈഫൈ യൂസ് ചെയ്യുന്ന സമയത്ത് വൈഫൈയും ഫോണും തമ്മിലുള്ള അകലം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് വളരെ അടുത്താണ് നമ്മുടെ ഫോണുമായിട്ട് വൈഫൈ ഇരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ബാറ്ററിയുടെ ലൈഫ് സേവ് ചെയ്യാനൊക്കെ സഹായകരമാണ്. ഇതൊക്കെയാണ് രണ്ടാമത്തെ മെത്തേഡിൽ വരുന്നത്. മൂന്നാമത്തെ ഒരു മെത്തേഡാണ് ആനിമേഷൻസ് ഡിസേബിൾ ചെയ്യുക എന്നുള്ളത്. നമ്മുടെ പല ഫോണുകളിലും പല പല ടൈപ്പ് ഓഫ് ആനിമേഷൻസ്, വൈപ്പ്, സ്വൈപ്പ് എന്ന രീതിയിലുള്ള എഫക്ട്സുകൾ പല പല കമ്പനിയും ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഓപ്ഷൻസ് ഒക്കെ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ ബാറ്ററിനെ സേവ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് ആനിമേഷൻസ് ഡിസേബിൾ ചെയ്യാൻ നോക്കാം. ആദ്യമായി സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ അതിനുശേഷം എബൌട്ട് ഫോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ അതിനുശേഷം ബിൽഡ് നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ 7 തവണ ടാപ്പ് ചെയ്യുക. ഈ ടാപ്പ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ മൊബൈൽ ഫോണിൽ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇനേബിൾ ആകുന്നതാണ്. ദെൻ അതിനുശേഷം ഡിസേബിൾ ആനിമേഷൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ആനിമേഷൻസ് എല്ലാം ഡിസേബിൾ ആവുന്നതാണ്. ഇതോടുകൂടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി സേവ് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും മെത്തേഡ് അറിയാം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ടെക്നോളജി സംബന്ധമായിട്ടുള്ള വീഡിയോ ആണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആഴ്ചയിൽ 2 തവണ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ ലൈവായിട്ട് നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യുന്നതാണ്. facebook.com/ibadrahmanTech എന്നാണ് എൻ്റെ ഫേസ്ബുക്ക് ID. ടെക്നോളജി സംബന്ധമായിട്ടുള്ള പുതിയ അറിവുകളും വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. See you the next time. Bye.